ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, ഞാൻ അന്യരെ വിശ്വസിക്കില്ല. അപ്പം ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഞാൻ, ഐ. അന്യർ എന്ന് വെച്ചാൽ എന്താ? അന്യർ, സ്ട്രേഞ്ചേഴ്സ്. ഇപ്പോൾ വിശ്വസിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ട്രസ്റ്റ് അല്ലെങ്കിൽ ബിലീവ്. പിന്നെ കുറച്ച് വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് ട്രസ്റ്റ് വെച്ചിട്ടാണ്. അപ്പം ഇവിടെ ഞാൻ അന്യരെ വിശ്വസിക്കില്ല എന്നാണ് പറയണത്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഐ ഡോണ്ട്, നമ്മളിവിടെ എന്താ യൂസ് ചെയ്തത്? ഡോണ്ട്. ഐ ഡോണ്ട് ട്രസ്റ്റ് സ്ട്രേഞ്ചേഴ്സ്. എന്ന് പറയുമ്പോൾ എന്താ? സ്ട്രേഞ്ചേഴ്സ്. ഐ ഡോണ്ട് ട്രസ്റ്റ് സ്ട്രേഞ്ചേഴ്സ്. ഞാൻ അന്യരെ വിശ്വസിക്കില്ല. ഐ ഡോണ്ട് ട്രസ്റ്റ് സ്ട്രേഞ്ചേഴ്സ്. അപ്പം ഐ ഡോണ്ട് ട്രസ്റ്റ് സ്ട്രേഞ്ചേഴ്സ്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഇത് നമ്മൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. സബ്ജക്റ്റും വെർബൊക്കെ സാധാരണ നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മീനിങ് നമ്മൾ അറിഞ്ഞു വെച്ചിരുന്നാൽ മതിയല്ലോ. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറയണം. സബ്ജക്റ്റാണ് ഐ ഇവിടുത്തെ. പിന്നെ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നതാണ് ഡോണ്ട് ട്രസ്റ്റ് ആണ് ഇവിടുത്തെ വെർബ്. ഡോണ്ട് ട്രസ്റ്റ് ആണ് വെർബ്. അപ്പം ഇങ്ങനെയാണ്, ഞാൻ അന്യരെ വിശ്വസിക്കില്ല. ഐ ഡോണ്ട് ട്രസ്റ്റ് സ്ട്രേഞ്ചേഴ്സ്. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? എനിക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് പറയാമെന്ന് നോക്കാം. അപ്പോൾ എനിക്കെന്ന് പറയാം, നമുക്ക് ഇംഗ്ലീഷിൽ ഐന്ന് യൂസ് ചെയ്യാം. എനിക്ക് ഐ. ഇത് അംഗീകരിക്കുകയാണ് ഇംഗ്ലീഷ് വേർഡ് എന്താ? അക്സെപ്റ്റ്. അപ്പം അക്സെപ്റ്റാണ് അംഗീകരിക്കുക. അപ്പം ഇത് അംഗീകരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ദിസ്. ഇതെന്ന് പറഞ്ഞാൽ ദിസ് ആണ്. അപ്പം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അക്സെപ്റ്റ്. അപ്പം കഴിയില്ല, ഇവിടെ കഴിയില്ല എന്നാണ് പറയണത്. അപ്പം എനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഇംഗ്ലീഷിൽ. അപ്പോൾ കഴിയില്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് ഇവിടെ? ഐ കാണ്ട്. അപ്പം നമ്മൾ കാണ്ട് യൂസ് ചെയ്തു. ഐ കാണ്ട്. അംഗീകരിക്കുക എന്ന് വെച്ചാൽ എന്താ? അക്സെപ്റ്റ്. ഐ കാണ്ട് അക്സെപ്റ്റ് ഇതിനുള്ളതാണ് നമ്മൾ പറയണത് ദിസ്. ഐ കാണ്ട് അക്സെപ്റ്റ് ദിസ്. ഇവിടെ എഴുതാം. ഇത് കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഐ കാണ്ട് അക്സെപ്റ്റ് ദിസ്. എനിക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഐ കാണ്ട് അക്സെപ്റ്റ് ദിസ്. നമ്മളിവിടെ കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കാണ്ട് യൂസ് ചെയ്തു. അപ്പം ക്യാൻ എന്ന് വെച്ചാൽ എന്താ? കഴിയും. അപ്പം ഇവിടെ ക്യാൻ കഴിയും എന്നായതുകൊണ്ട് നമുക്കറിയാം ക്യാൻ കഴിയുമെന്നാണെന്ന്. അപ്പം ക്യാനെ നമ്മൾ കാണ്ട് ആക്കുമ്പോൾ നമുക്കത് കഴിയില്ല എന്നാവും. ഐ കാണ്ട് അക്സെപ്റ്റ് ദിസ്. അപ്പം ഐ ക്യാൻ അക്സെപ്റ്റ് ദിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ക്യാൻ. കാണ്ട് അല്ലാതെ ക്യാൻ ആണെങ്കിൽ എനിക്കിത് അംഗീകരിക്കാൻ കഴിയും. അപ്പോൾ ക്യാനെ നമ്മൾ കാണ്ടാക്കിയപ്പം ഇത് കഴിയില്ല എന്നാവും. ഐ കാണ്ട് അക്സെപ്റ്റ് ദിസ്. എനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ നെക്സ്റ്റ് പോയിൻറ്റ്, ഞാൻ വീണ്ടും ആവർത്തിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോഴേ അറിയാം, ആവർത്തിക്കില്ല എന്ന് പറയുമ്പം പിന്നീടുള്ളൊരു കാര്യമാണ്. ഫ്യൂച്ചർ ടെൻസ് ആണ്. പിന്നീട് ഇനി ആവർത്തിക്കില്ല എന്നാണ് പറയണത്. അപ്പം ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. വീണ്ടും എന്ന് പറഞ്ഞാൽ എഗെയിൻ. അപ്പം ആവർത്തിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? റിപ്പീറ്റ്. അപ്പം ഇവിടെ ആവർത്തിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഞാൻ വീണ്ടും ആവർത്തിക്കില്ല. അപ്പം ഐ വോണ്ട്, നമ്മളിപ്പോൾ വോണ്ട് യൂസ് ചെയ്തു. ആവർത്തിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് വോണ്ട് യൂസ് ചെയ്തു. വോണ്ട് റിപ്പീറ്റ് ആവർത്തിക്കുക. അപ്പോൾ ആവർത്തിക്കില്ല എന്ന് പറയാൻ വോണ്ട് യൂസ് ചെയ്തു. റിപ്പീറ്റ് അഗെയിൻ, വീണ്ടും. ഐ വോണ്ട് റിപ്പീറ്റ് അഗെയിൻ. ഞാൻ വീണ്ടും ആവർത്തിക്കില്ല. അപ്പം നമ്മളിവിടെ ആവർത്തിക്കില്ല എന്ന് പറയാനാണ് വോണ്ട് യൂസ് ചെയ്തത്. ഈ വോണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ വോണ്ട് എഴുതിയെന്ന് നമുക്ക് പറയാം, ക്ലിയർ ആയിട്ട് പറയാം. വോണ്ട്, അപ്പം നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് എഴുതുന്നത് നമ്മൾ വില്ല് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ വോണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ കഴിഞ്ഞു? വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വിൽ പ്ലസ് നോട്ട്. അപ്പം വിൽ നോട്ട് ആണ്. വിൽ പ്ലസ് നോട്ട് എന്താ? വിൽ നോട്ട്. അപ്പം ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. അപ്പം വിൽ പ്ലസ് നോട്ടിനെ നമ്മൾ എങ്ങനെയാണ് പറയണേ? വിൽ നോട്ട്. ഐ വിൽ നോട്ട് റിപ്പീറ്റ് അഗെയിൻ. അപ്പോൾ ഈ വിൽ നോട്ട് എന്നുള്ളതിനെ ഷോർട്ട് ഫോം ആക്കിയിട്ടാണ് നമ്മൾ വോണ്ട് എന്ന് എഴുതിയത്. അപ്പോൾ വിൽ പ്ലസ് നോട്ടിനെ നമ്മൾ ഷോർട്ട് ഫോം, ഇങ്ങോട്ട് കാണിക്കാം, വിൽ പ്ലസ് നോട്ടിനെ ഷോർട്ട് ഫോം ആക്കിയിട്ട് ഇവിടെ വോണ്ട് എന്ന് എഴുതി.
അപ്പം വിൽ നോട്ടിനെ വോണ്ട് ഐ വോണ്ട് റിപ്പീറ്റ് അഗെയിൻ. ഇപ്പം നമ്മൾ അല്ലാതെ പറയുകയാണെങ്കിൽ ഐ വിൽ നോട്ട് റിപ്പീറ്റ് അഗെയിൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഷോർട്ട് ഫോമിലാണ് പറഞ്ഞിരിക്കുന്നത്, ഐ വോണ്ട് റിപ്പീറ്റ് അഗെയിൻ, ഞാൻ വീണ്ടും ആവർത്തിക്കില്ല, ഞാൻ വീണ്ടും ആവർത്തിക്കില്ല, ഐ വോണ്ട് റിപ്പീറ്റ് അഗെയിൻ. അപ്പം നമ്മളിവിടെ വോണ്ട് വന്നത് വിൽ പ്ലസ് നോട്ട് ഉപയോഗിച്ചിട്ട് വിൽ പ്ലസ് നോട്ട് ആകുമ്പോൾ വോണ്ട്. അപ്പോൾ ഷോർട്ട് ഫോം നമുക്ക് അല്ലാതെ നമുക്ക് ഐ വിൽ നോട്ട് റിപ്പീറ്റ് അഗെയിൻ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് ഷോർട്ട് ഫോമിലാക്കിയാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് വോണ്ട്, ഐ വോണ്ട് റിപ്പീറ്റ് അഗെയിൻ, ഞാൻ വീണ്ടും ആവർത്തിക്കില്ല. നെക്സ്റ്റ് പോയിൻറ്റ്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലായി ഇത് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതല്ലേ പറയണത്, ഞാൻ ചിന്തിക്കുകയാണെന്ന് പറയുമ്പോഴേ അറിയാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് വരുമ്പം ഏതൊരു ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറിയാത്തവർക്ക് ഞാൻ ഇതിൽ വീണ്ടും പറയാം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പോൾ ആദ്യം ഞാൻ ആ ഫോം എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് അതും വെച്ച് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഫോം വെച്ചിട്ട് എഴുതാം. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പം ഇവിടെ ഞാൻ എന്നുള്ളത് ഞാൻ ഐന്ന് എഴുതി. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റാണ് ഐ. അപ്പം സബ്ജക്റ്റ് ഐ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇനി അങ്ങോട്ട് എഴുതാൻ നോക്കാം. അപ്പോൾ ഐ ആണ് സബ്ജക്റ്റ്. ഞാനിവിടെ സ്മോളായിട്ട് എഴുതാം, ഐ സബ്ജക്റ്റ്. അപ്പം നമ്മൾ ഐയുടെ കൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഇവിടെ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റ് പ്ലസ്, അപ്പോൾ ഐ പ്ലസ് ഐയുടെ കൂടെ എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഇവിടെ ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആറുണ്ട്. അപ്പോൾ നമുക്ക് തീരുമാനിക്കും ഏത് നമുക്ക് ഐയുടെ കൂടെ ഉപയോഗിക്കാമെന്ന്. അപ്പോൾ ഇവിടെ ഐയുടെ കൂടെ ഏതാ ഉപയോഗിക്കാൻ പറ്റുക? ഈസ് ഒരിക്കലും പറ്റില്ല, ആറ് പറ്റില്ല, അപ്പോൾ ആം മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ ഐയുടെ കൂടെ ഉപയോഗിക്കാൻ. അപ്പം ഐ ആം, പിന്നെന്താ പറഞ്ഞേക്കുന്നത്? പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ വെർബ് ഇവിടെ ഏതാ? ചിന്തിക്കുകയാണ് ഇവിടുത്തെ വെർബ്. അപ്പം തിങ്ക്, ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തിങ്ക്. അപ്പം തിങ്ക് ആണ് വെർബ്. ഞാനിവിടെ വെർബിന്ന് ഷോർട്ട് ഫോമിൽ എഴുതാം. തിങ്ക് ആണ് വെർബ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വെർബിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? പ്ലസ് ING. അപ്പം ING ആഡ് ചെയ്യുമ്പം നമ്മളിവിടെ തിങ്കിങ് നൗ, ഐ ആം തിങ്കിങ് നൗ. ഇതുവരെ എന്താ? ഐ ആം തിങ്കിങ്. അപ്പം നമ്മൾ ഈ ഒരു ഫോം ഉപയോഗിച്ചിട്ട് എഴുതുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഐ ആം തിങ്കിങ് അതിനെക്കുറിച്ച്. അപ്പം ഐ ആം തിങ്കിങ് എബൌട്ട് ഇറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഐ ആം തിങ്കിങ് എബൌട്ട് ഇറ്റ്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പം ഐ ആം തിങ്കിങ് എബൌട്ട് ഇറ്റ്. അപ്പം പെട്ടെന്ന് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് ഫോം നമ്മളെപ്പോഴും പഠിച്ചു വെക്കാം, ബൈ ഹാർട്ടൊന്നും പഠിച്ചു വെക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. നമ്മൾ എഴുതുമല്ലോ ചെയ്യുന്നത്, എപ്പോഴും പറയുവാണല്ലോ. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് പഠിക്കുകയാണ്. അപ്പം ഈ ഒരു ഫോം ഓർത്തപ്പോൾ പറയാൻ പറ്റില്ലെങ്കിലും മനസ്സിലാക്കി വെച്ചേക്കും നമ്മൾ. അപ്പോൾ ഇങ്ങനെയാണ്, ഐ ആം തിങ്കിങ് എബൌട്ട് ഇറ്റ്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഐ ആം തിങ്കിങ് എബൌട്ട് ഇറ്റ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഐ ആയതുകൊണ്ടാണ് നമ്മുടെ ആം ആഡ് ചെയ്തത്. അപ്പം പിന്നെ എന്താ, ഇപ്പോൾ ഇവിടെ ഹീ ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഈസ് യൂസ് ചെയ്യാമായിരുന്നു, ഷീ ആണെങ്കിൽ ഈസ് യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ ആറ് വരുന്ന എവിടേക്കാണ്? അപ്പം ദേ ആണെങ്കിൽ നമുക്ക് ആറ് ഉപയോഗിക്കാമായിരുന്നു, വി ആണെങ്കിൽ ആറ് ഉപയോഗിക്കാമായിരുന്നു. അപ്പം നമ്മൾ സബ്ജക്റ്റ് നോക്കുക, സബ്ജക്റ്റ് എന്താണ് അതനുസരിച്ചിട്ട് ഈസ് വേണോ ആം വേണോ ആർ വേണോ എന്ന് നമ്മൾ എടുത്ത് നമ്മൾ തന്നെ തീരുമാനിച്ചിട്ട് എഴുതുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ഐ ആം തിങ്കിങ് എബൌട്ട് ഇറ്റ്. നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കുക. നെക്സ്റ്റ് പോയിൻറ്റ്, ഞാൻ പിന്നീട് വിശദീകരിക്കാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നോക്കാം. അപ്പം ഇത് പിന്നീടുള്ള കാര്യം, സെൻറ്റൻസ് കേൾക്കുമ്പോഴേ അറിയാം പിന്നീടുള്ള കാര്യമാണ്, കാര്യം പിന്നീടത്തെ കാര്യമാണ്. അപ്പോൾ അത് നമുക്കറിയാം ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്, നമുക്ക് മനസ്സിലായി ഇതൊരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഞാൻ പിന്നീട് വിശദീകരിക്കാം എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഞാൻ പിന്നീട് എന്ന് പറയുമ്പോൾ എന്താ? ലേറ്റർ. വിശദീകരിക്കുക, നമ്മൾ ചില ആൻസേഴ്സൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമല്ലോ. അപ്പോൾ അതിന് നമുക്ക് വിശദീകരിക്കുക, അതാണ് വിശദീകരിക്കുക എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം വിശദീകരിക്കേണ്ട ഇംഗ്ലീഷ് വേർഡ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ആണ്. എക്സ്പ്ലെയിൻ, ഞാൻ പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇത് പിന്നീടുള്ള കാര്യമാണ്, ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് ആ ഒരു ഫോമിലാണ് എഴുതേണ്ടത്. അപ്പം ഞാൻ അപ്പം ഇത് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് ഞാനിവിടെ എനിക്ക് വില്ല് യൂസ് ചെയ്യാൻ പറ്റും. ഐ വിൽ
വിൽ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പ്ലൈൻ. ഐ വിൽ എക്സ്പ്ലൈൻ പിന്നീട്. പിന്നീട് എന്ന് പറയുമ്പോൾ എന്താ? ലേറ്റർ. ഐ വിൽ എക്സ്പ്ലൈൻ ലേറ്റർ. ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഐ വിൽ എക്സ്പ്ലൈൻ ലേറ്റർ. ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഞാനിവിടെ വിൽ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ഐയും പിന്നെ വിൽ എക്സ്പ്ലൈൻ ആണ് വെർബ്. അപ്പോൾ അത് ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. ഐ വിൽ എക്സ്പ്ലൈൻ. അപ്പം ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഐ വിൽ ഇവിടെ ഞാൻ ജസ്റ്റ് എഴുതിയേക്കാം. വിൽ എക്സ്പ്ലൈൻ ആണ് വെർബ്. അപ്പം ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഐ വിൽ എക്സ്പ്ലൈൻ. അടുത്ത പോയിന്റ് പഠിക്കാം. അപ്പം നെക്സ്റ്റ് പോയിന്റ്, എനിക്ക് ചില സംശയങ്ങളുണ്ട്. അപ്പം ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പം ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്. എനിക്ക് ചില സംശയങ്ങളുണ്ട്. അപ്പോൾ ഒരാളെ പറ്റിയായിരിക്കും പറയണേ. അപ്പം എനിക്ക് ചില സംശയങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു കാര്യമാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. എനിക്ക് ചില സംശയങ്ങൾ. ചിലതെന്ന് പറയുമ്പോൾ നമുക്ക് സം എന്ന് ഉപയോഗിക്കാം. ഇംഗ്ലീഷ് വേർഡ് സംശയങ്ങൾ, ഡൗട്ട്സ്. അപ്പോൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്താ? ഹാവ്. ഹാവ്. അപ്പോൾ എനിക്ക് ചില സംശയങ്ങൾ ഉണ്ട്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. നമ്മൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവ് ഉപയോഗിച്ചു. ഐ ഹാവ് ചില സംശയങ്ങൾ. അപ്പോൾ സം ഡൗട്ട്സ്. ഐ ഹാവ് സം ഡൗട്ട്സ്. എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഐ ഹാവ് സം ഡൗട്ട്സ്. അപ്പോൾ നമ്മൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഹാവ് ഉപയോഗിച്ചു. ഐ ഹാവ് സം ഡൗട്ട്സ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ഞാനിവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇപ്പോൾ ആ ആളവിടെ കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ? ഹിയർ. കാത്തിരിക്കുക എന്ന ഇംഗ്ലീഷ് വേർഡ് എന്താ? വെയിറ്റ്. അപ്പം ഇത് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസിൽ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഹിയർ. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം വരുമ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചത് എങ്ങനെയാണ്? സബ്ജക്റ്റ് ഏത് ഫോം ഉപയോഗിച്ചിട്ട് ഇവിടെ എഴുതിയത്? സബ്ജക്റ്റ് പ്ലസ് ആം പ്ലസ് വെർബ് പ്ലസ് ING ഫോം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എഴുതിയത് നമ്മൾ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റാണ് ഇവിടെ ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റിന് കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്തത്? ആം. അപ്പോൾ സബ്ജക്റ്റിന് കൂടെ നമ്മൾ ആം യൂസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ആണ് വെർബിൻ്റെ കൂടെ നമ്മൾ ING ഉപയോഗിച്ചു. അപ്പോൾ വെയിറ്റിംഗ് ഹിയർ. ഐ ആം വെയിറ്റിംഗ് ഹിയർ. അപ്പോൾ ഈ ഒരു ഫോമാണ് ഉപയോഗിച്ചത്. അപ്പം നമുക്കറിയാം ഈ ഒരു ഫോം എന്ന് പറഞ്ഞത് ഈ ഫോം കംപ്ലീറ്റ് അല്ല. ഈ ഒരു സെൻറ്റൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എഴുതിയത്. സാധാരണ ഈ ഫോം എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോമാണ്. അപ്പോൾ ഇവിടെ ഈസിൻ്റെ ആറിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ ഈ ഒരു ഫോം ഉപയോഗിച്ചാണ് എഴുതിയത്. ജസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് ആം പ്ലസ് വെർബ് പ്ലസ് ING ഫോം ഉപയോഗിച്ചിട്ടാണ് എഴുതിയത്. ഞാനിവിടെ കാത്തിരിക്കുകയാണ്. അപ്പം ഐ ആം വെയിറ്റിംഗ് ഹിയർ. നമ്മളിവിടെ ആ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ആം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം എന്താ? നമുക്കിവിടെ ഐ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഐയുടെ കൂടെ നമുക്ക് ആമല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം ഈസ് അല്ലെങ്കിൽ ആറുണ്ട്, ഓപ്ഷനിലുണ്ട്. ഈസ് ഓർ ആം ഓർ ആർ എന്നാണല്ലോ ഇവിടെ ഓപ്ഷനിൽ വരുന്നത്. ഈസും ആറും പറ്റില്ല, ആമേ ഇവിടെ പറ്റുള്ളൂ ഐയുടെ കൂടെ. അപ്പോൾ നമ്മൾ ഐയുടെ കൂടെ ആം ഉപയോഗിച്ചിട്ട് എഴുതി ഐ ആം വെയിറ്റിംഗ് ഹിയർ. ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഹിയർ. നെക്സ്റ്റ് പോയിന്റ്, ഞാൻ ഇന്നലെ അവളെ കണ്ടു. അപ്പം നമുക്ക് എങ്ങനെ ഇത് ഇംഗ്ലീഷിൽ എഴുതാം? അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്, ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ ഇന്നലെ അവളെ കണ്ടു, കഴിഞ്ഞു പോയ കാര്യമാണ്. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഞാൻ എന്താ? ഇന്നലെ എന്ന് പറഞ്ഞാൽ യെസ്റ്റർഡേ. അവളെ. അപ്പം ഹർ. കാണുക എന്ന് പറഞ്ഞാൽ എന്താ? സീ അല്ലെങ്കിൽ മീറ്റ് ചെയ്തു, കാണുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ കാര്യമാണ്, കണ്ടു. അപ്പം നമുക്ക് പാസ്റ്റ് ഫോമിലാക്കിയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഞാൻ ഇന്നലെ അവളെ കണ്ടു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പോൾ കണ്ടു എന്നുള്ളത് നമ്മളിവിടെ എഴുതുന്നത് എങ്ങനെയാണ്? നമ്മൾ മീറ്റ് ചെയ്യുന്നതാണ് എഴുതുന്നത്. അപ്പം മീറ്റിൻ്റെ പാസ്റ്റ് ഫോമായ മെറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, യൂസ് ചെയ്യുന്നത്. ഐ മെറ്റ് ഹർ എന്ന് വെച്ചാൽ അവളെ. ഐ മെറ്റ് ഹർ
യെസ്റ്റർഡേ ഇന്നലെയാണല്ലോ കണ്ടത്. ഐ മെറ്റ് ഹർ യെസ്റ്റർഡേ. ഐ മെറ്റ് ഹർ യെസ്റ്റർഡേ. ഇപ്പോൾ യെസ്റ്റർഡേയുടെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? YESTER ആണ്, ഇത് ആറാണ്. യെസ്റ്റർഡേ YESTERDAY. അപ്പം ഐ മെറ്റ് ഹർ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ അവളെ കണ്ടു. അപ്പം ഇവിടെ നമ്മൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഐ ആണ് സബ്ജക്റ്റ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആകുമ്പോൾ നമ്മൾ ഏത് ഫോം ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. നിങ്ങളുടെ ഞാൻ ഇവിടെ എഴുതാം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് എഴുതുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഐ ആണ് സബ്ജക്റ്റ്. പിന്നെ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം ഈ മെറ്റ് എന്നുള്ളത് മീറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ്. മെറ്റ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് മെറ്റ്. അപ്പം മെറ്റ് എങ്ങനെ വന്ന്? മീറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് നമ്മളിവിടെ എഴുതിയത്. കാര്യം ഇതൊരു പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമുക്കിവിടെ എഴുതാൻ പറ്റില്ല. ഐ മീറ്റ് ഹർ യെസ്റ്റർഡേ എന്ന് എഴുതത്തില്ല നമ്മൾ. കാര്യം ഇന്നലത്തെ കാര്യമാണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ മീറ്റിൻ്റെ പാസ്റ്റ് ഫോം മെറ്റ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുങ്ങൾ ഞാനിവിടെ ജസ്റ്റ് എഴുതിയേക്കാം. നമ്മളിവിടെ മീറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി മെറ്റ് ആക്കിയിട്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഐ മെറ്റ് ഹർ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ അവളെ കണ്ടു. ഐ മെറ്റ് ഹർ യെസ്റ്റർഡേ. അപ്പോൾ നെക്സ്റ്റ് പോയിൻറ്റ്, അവൾ കരയുകയായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ആയിരുന്നു, അവൾ കരയുകയായിരുന്നു. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ഇത് നേരത്തെ ഉള്ള കാര്യമാണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. പക്ഷേ ആ സമയത്ത് അവൾ കണ്ടിന്യൂ ചെയ്ത കാര്യമാണ്, കരയുകയായിരുന്നു. അപ്പം ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾ കരയുകയായിരുന്നു. അപ്പം അവൾ അവൾ എന്ന് പറഞ്ഞാൽ എന്താ? കരയുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ക്രൈ. അപ്പം അവൾ കരയുകയായിരുന്നു എന്ന് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താ ആഡ് ചെയ്യേണ്ടത്? ഷീ വാസ് ക്രൈയിങ്. അവൾ കരയുകയായിരുന്നു. ഷീ വാസ് ക്രൈയിങ്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, നമ്മൾ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് വാസ് ഉപയോഗിക്കാം കേട്ടോ. അപ്പം അവൾ കരയുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാസ് ഉപയോഗിച്ചത്. ഷീ വാസ് ക്രൈയിങ്. കാര്യം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കഴിഞ്ഞു പോയ കാര്യമാണെങ്കിലും പാസ്റ്റ് കണ്ടിന്യൂസ്. കാര്യം പണ്ടാണെങ്കിലും, പണ്ടത്തെ കഴിഞ്ഞ കാര്യമാണെങ്കിലും ആ സമയത്ത് അവൾ കണ്ടിന്യൂ ചെയ്ത കാര്യമാണ്, കരയുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വാസ് ഉപയോഗിച്ചത്. ഷീ വാസ് ക്രൈയിങ്, അവൾ കരയുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഞാൻ അണ്ടർലൈൻ ചെയ്യാം, ഷീ ആണ് സബ്ജക്റ്റ്. അപ്പം വെർബ് എന്ന് പറഞ്ഞാൽ വാസ് ക്രൈയിങ് ആണ് വെർബ്. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം.